സല്യൂട്ട് സുഹൃത്തുക്കളെ, ഞാൻ കുറെ നാൾ മുമ്പ് പറയുന്ന ഒരു കാര്യമാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയം മുതൽ ഞാൻ ഫേസ്ബുക്കിലും ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ UDF-ഉം LDF-ഉം ഒന്നാണ് എന്ന്. സാധാരണ നമ്മൾ ഇലക്ഷന് മുമ്പ് കേൾക്കാറില്ലേ, ഒരു ഡീലുണ്ട് ഇന്ന പാർട്ടിയും തമ്മിൽ നിന്ന്. പൊതുവെ UDF പറയും LDF-ഉം BJP-യും തമ്മിൽ ഡീലുണ്ടെന്ന് പറയും. LDF പറയും UDF-ഉം BJP-യും തമ്മിൽ ഡീലുണ്ടെന്ന് പറയും. പക്ഷെ BJP ഇതുവരെ ആരുമായിട്ട് ഡീലിനൊന്നും പോയിട്ടില്ല. ഒറ്റയ്ക്ക് നിൽക്കാൻ പ്രാപ്തിയുള്ള ഒരു വലിയ ദേശീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. പക്ഷെ പല പാർട്ടികളും BJP-യോടൊപ്പം നിൽക്കുന്നുണ്ട്. അതാണ് NDA, ദേശീയ ജനാധിപത്യ സഖ്യം ആയിട്ടിപ്പോ ഭാരതവും മറ്റു പല സംസ്ഥാനങ്ങളും സ്തുത്യർഹമായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ NDA ഒരു ഡീലിനും ആരുമായിട്ടും പോയിട്ടുമില്ല, അതിന്റെ ആവശ്യവുമില്ല. പക്ഷേ ഇവിടെ കോൺഗ്രസും CPM-ഉം തമ്മിൽ നല്ല ഒരു ഡീലുണ്ട്. അത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല, കഴിഞ്ഞ 70 വർഷമായിട്ടുണ്ട്. നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ടോം ആൻഡ് ജെറി ഷോ ആണ്. ടോം ആൻഡ് ജെറി എന്ന കാർട്ടൂൺ സീരീസ് ഒരിക്കലെങ്കിലും കണ്ടിട്ടുള്ളവർക്ക് തോന്നുക എന്താണ്, ടോം എന്ന് പറയുന്ന പൂച്ചയും ജെറി എന്ന് പറയുന്ന എലിയും തമ്മിൽ വർഗ ശത്രുക്കളാണ്, അവരങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും കളി കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. പക്ഷേ കുറച്ചും കൂടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവർ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. ടോമിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ജെറി ഓടിപ്പോയി രക്ഷിക്കും, ജെറിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ടോം ഓടിപ്പോയി രക്ഷിക്കും. അവര് തമ്മില് ഭയങ്കര അടുപ്പമാണ്. കാണികളെ പറ്റിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഷോ കാണിക്കും. അതാണ് ശരിക്കും കഴിഞ്ഞ 70 വർഷമായിട്ട് കേരളത്തിൽ നടക്കുന്നത്. 5 വർഷം UDF, 5 വർഷം LDF, അങ്ങനെ മാറി മാറി ഭരിക്കും. കമ്മ്യൂണിസ്റ്റ് പ്രത്യയ ശാസ്ത്രവും തത്വങ്ങളും ഒക്കെ ശ്രീ VS അച്യുതാനന്ദന്റെ സമയത്തോടു കൂടി തീർന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ആ ഒരു 5 വർഷമായിരുന്നു കമ്മ്യൂണിസ്റ്റ് രീതിയിലെ കാര്യങ്ങളൊക്കെ നടന്നു പോയത്. മുൻ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയന്റെ വാടക വീട്ടിന്റെ മുന്നിൽ ഒരു വലിയ സംഘർഷം നടന്നപ്പോൾ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ പോലീസ് കൈയും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു ആദ്യമൊക്കെ. പിന്നീട് അത് വല്ലാതെ വഷളായി തുടങ്ങിയപ്പോഴാണ് ഒരു അനുനയത്തിൽ എല്ലാവരെയൊക്കെ പിടിച്ച് മാറ്റി ഇടിക്കാരെയൊക്കെ പോകാൻ സമ്മതിച്ചത്. പാളയത്തുള്ള CPM-ന്റെ പാർട്ടി ഓഫീസിന്റെ അകത്ത് കയറി ഒളിച്ചിരുന്ന പ്രതികൾക്ക് CPM-ന്റെ നേതാക്കൾ തന്നെ സംരക്ഷണം കൊടുത്തുകൊണ്ട് പോലീസ് അവരെ അറസ്റ്റ് ചെയ്യാൻ സമ്മതിക്കാതെ അന്ന് കണ്ട കാഴ്ച നമ്മുടെ ADGP പോലും പോയി CPM നേതാക്കളുടെ മുന്നില് യാചിക്കുകയാണ്, പ്ലീസ് ഞങ്ങൾ ഒന്ന് കുറച്ചുപേരെ അറസ്റ്റ് ചെയ്തോണ്ട് പോട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിക്കപ്പൊറുതിയില്ല. തൊഴിൽ കൈകളോട് നിൽക്കുന്ന പോലീസിനെയാണ് നമ്മൾ കണ്ടത്. അവിടെ ഇത്രയും വലിയ ജനക്കൂട്ടം ഉണ്ടായിട്ടും, ഇത്രയും വലിയ പ്രക്ഷോഭം നടന്നിട്ടും, അട്ടഹസിച്ചുകൊണ്ട് ആളുകൾ ആക്രമിച്ചിട്ടും പോലീസിന്റെ ഉദ്യോഗസ്ഥരാരും തന്നെ ഒന്നും മിണ്ടിയില്ല. അതിനെ ന്യായീകരിക്കാനും ഭരണകൂടം തയ്യാറായി. കോൺഗ്രസ് ഭരണകൂടം പറയുന്നത് അത് ശരിയാണ്, ഞങ്ങൾ ചെയ്ത തെറ്റൊന്നുമില്ല, പോലീസ് കേസ് എടുത്തിട്ടുണ്ട്, അന്വേഷിച്ചിട്ടുണ്ട്, കുറച്ചുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, നേതാക്കന്മാരെയൊന്നും അവരാരും അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. കൊലപാതക ശ്രമ കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് വലിയൊരു കുറ്റകൃത്യമാണ്. അപ്പൊ അതുകൊണ്ട് അവർക്കെതിരെയും കേസ് എടുക്കേണ്ടതാണ്, പക്ഷെ എടുത്തിട്ടില്ല. അവരെ പ്രതിസ്ഥാനത്ത് ചേർക്കേണ്ടതാണ്, ചേർത്തിട്ടില്ല. ഈ അന്വേഷണം ഇങ്ങനെ അങ്ങ് പോകും കുറച്ചു നേരം. അത് കഴിഞ്ഞ് ഈ പ്രതികളെല്ലാം ജാമ്യത്തിൽ വെളിയിൽ വരും, കേസ് അങ്ങ് തേഞ്ഞു മാഞ്ഞു പോകും. നമ്മളെപ്പോഴും കണ്ടിരിക്കുന്ന അങ്ങനെയാണല്ലോ. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുത്തത് മുതൽ വല്ലാത്ത വെപ്രാളം LDF-നുണ്ട് എന്നറിയാം. കമ്മ്യൂണിസ്റ്റ് ഭരണമായിരുന്നു കഴിഞ്ഞ 45 വർഷമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ. ഒരു ദുർഭരണത്തിൽ നിന്ന് മോചനം ലഭിച്ച് BJP ഇപ്പോൾ ഭരണത്തിൽ വന്നപ്പോ വളരെയധികം അസ്വാരസ്യങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുമുണ്ട്. അതോടൊപ്പം കോൺഗ്രസും പങ്കുചേരുന്നുണ്ട്. കോൺഗ്രസിലെ ഒരു കൗൺസിലറാണ് എനിക്കെതിരെ ഏറ്റവും കൂടുതലായിട്ട് സംസാരിക്കുന്നത്. അസംബ്ലി ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് എനിക്കെതിരെ ഒരു പോക്സോ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തു. മ്യൂസിയം പോലീസ് ഒരു അഡ്വക്കേറ്റ് കൊടുത്ത പരാതിയുടെ പുറത്ത് കളവായിട്ട് ഒരു പോക്സോ കേസ് ഇട്ട് അതിന്റെ FIR കോടതിയിൽ കൊടുത്തു. ആ ദിവസം എനിക്കെതിരെ സംസാരിച്ചതും ഞാൻ കൗൺസിലർ സ്ഥാനം രാജിവെച്ച് ഇറങ്ങി പോകണമെന്ന് പറഞ്ഞതും CPM-ന്റെ ആരുമല്ല, ഒരു കോൺഗ്രസ് കൗൺസിലറായിരുന്നു. കോൺഗ്രസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് CPM-കാർ അത് നോക്കി രസിച്ചിരിക്കും, BJP-ക്കെതിരെയല്ല. അപ്പൊ അവർ രണ്ടുപേരും കൂടെ യോജിച്ചുകൊണ്ട് BJP അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതി ഇപ്പൊ കോർപ്പറേഷൻ കൗൺസിൽ യോഗങ്ങളെ കാണാറുണ്ട്. എന്റെ കൂടെ കൗൺസിലർ ആയിരുന്ന ശ്രീ സുഗതനെ ഈ 2-3 ദിവസം മുമ്പ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയല്ലോ. അതൊരു വലിയ പ്രഹസനമായിരുന്നു. ഇത് ആരുടെ സ്ക്രിപ്റ്റാണ്, ആരാണ് ഇതിന്റെ ഡയറക്ഷൻ ചെയ്തത്, ആരാണ് ഇതിന് നേതൃത്വം കൊടുത്തത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് സീനിയർ ഓഫീസേഴ്സിനെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല അതിനകത്ത്. കാരണം ഏതെങ്കിലും ഒരു സീനിയർ ഓഫീസർ ഇൻവോൾവ് ആയിരുന്നുവെങ്കിൽ അവർ പറഞ്ഞു കൊടുത്തേനെ SHO-യോട് ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് എന്ന്. ഇത് SHO വിപിൻ എന്ന് പറയുന്ന ആൾ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് പോസ്റ്റ് ചെയ്ത ഒരു SHO ആണ്. ആൾ ഒരു പക്ക കമ്മ്യൂണിസ്റ്റ് ആണ്. അവിടെയുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെയും വളരെ അടുത്ത സുഹൃത്താണ്.
അദ്ദേഹം ചെങ്ങന്നൂർ ഇരുന്നപ്പോഴും ഇതുപോലെ തന്നെ ആയിരുന്നു. അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് ഇലക്ഷന് മുമ്പായിട്ട് ഇവിടെ വട്ടിയൂർക്കാവിൽ വന്നപ്പോൾ അയാൾക്ക് കിട്ടിയ നിർദ്ദേശം വട്ടിയൂർക്കാവിലെ MLA സ്ഥാനാർത്ഥിയായ VK പ്രസാദിനെ ജയിപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്യണം എന്നാണ്. വർഷങ്ങളായി പല വാർഡുകളും LDFന്റെ കയ്യിലിരുന്നത് കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിലൂടെ BJP സ്വന്തമാക്കി. അങ്ങനെ ഒരു വാർഡാണ് വാഴോട്ടുകോണം വാർഡ്. അവിടുത്തെ കൗൺസിലറാണ് ആർ സുഗതൻ ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന് ആളുകളുമായിട്ട് നല്ലപോലെ ഇടപഴകാൻ അറിയാം. കുറച്ച് പൗരുഷമാണ്. കാരണം നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു ആംഗ്രി യങ് മാൻ ലുക്കാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് കേസുകളിൽ അടിപിടി ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ CPM-കാരും BJP-കാരും തമ്മിൽ ഉണ്ടാകുന്ന അടിപിടിയിൽ സുഗതനും കൂടെ ഇടപെട്ടിട്ടുണ്ടാവണം. അങ്ങനെ കുറച്ച് 2-3 കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. 2023 കാപ്പ എന്ന് പറഞ്ഞൊരു സെക്ഷൻ അനുസരിച്ച് ആൾക്കെതിരെ പ്രൊസീജിയർ തുടങ്ങിയിരുന്നു. പക്ഷെ അന്തിമ ഘട്ടത്തിലേക്ക് എത്താതെ അറസ്റ്റ് ഒന്നും ചെയ്യാതെ കാപ്പ കേസിലെ പ്രതി എന്നുള്ള രീതിയിൽ കടങ്കലിലും ശിക്ഷിക്കാതെ വിധിക്കാതെ ഒക്കെയാണ് ഇങ്ങനെ നീണ്ടു പോയി. അവസാനം ഈ തദ്ദേശ ഭരണ ഇലക്ഷൻ വന്നപ്പോൾ വളരെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി സുഗതൻ ജയിച്ചു വന്നു. അതിന്റെ അർത്ഥം എന്താണ്? സുഗതന് നല്ല പൊതുജന പിന്തുണയുണ്ട്. അതുകൊണ്ടാണല്ലോ അവിടുത്തെ CPM-ന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചുകൊണ്ട് സുഗതൻ ജയിച്ചു വന്നത്. അപ്പൊ അവിടുത്തെ പൊതുജനങ്ങൾക്ക് സുഗതനെ ഇഷ്ടമാണ്. സുഗതൻ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്നുമുണ്ട്. ഇപ്പൊ ഒരു 5-6 മാസമായിട്ടേ ഉള്ളൂ പുതിയ കോർപ്പറേഷൻ ഭരണത്തിൽ വന്നിട്ട്. അതിന്റെ ഇടയ്ക്ക് തന്നെ പല കാര്യങ്ങളും സുഗതൻ ചെയ്തിട്ടുണ്ട്. കൊച്ചു കൊച്ചു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു കൗൺസിലർ എന്ന നിലയിൽ അവിടേക്ക് പോകേണ്ടയാള് പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഇടപെട്ട് ഒരു പരാതി പരിഹരണം ഉണ്ടാക്കി കൊടുക്കണ്ടേ? അത് CPM-കാർക്ക് ഇഷ്ടമാവാത്തപ്പോൾ അവർ പരാതിയുമായിട്ട് പോയി പോലീസ് സ്റ്റേഷനെ സ്വാധീനിച്ച് പോലീസ് സ്റ്റേഷൻ ഓരോ കേസുകൾ എടുക്കുന്നതാണ്. ഞാൻ ഈ പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരി ആയതുകൊണ്ടല്ല. 33 വർഷത്തെ പോലീസ് ജീവിതത്തിൽ ഞാൻ കണ്ടും കേട്ടും പരിചയിച്ചും ഉള്ള ഒരു അറിവ് കൊണ്ടാണ്. ഇവിടെയുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇതൊക്കെ അറിയാം. പക്ഷെ ആരും അത് ധൈര്യമായിട്ട് പുറത്തു പറയില്ല. രഹസ്യമായിട്ട് വെച്ചുകൊണ്ടിരുന്നാൽ അവർക്ക് പേഴ്സണലായിട്ട് കുറെ ഗുണങ്ങളുണ്ട്. പക്ഷെ എനിക്കതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ തൊട്ടേ പറയുന്നുണ്ട്, ഇതൊക്കെയാണ് ശരിക്കും പോലീസിൽ സംഭവിക്കുന്നത്. സിനിമയിൽ കാണുന്നതിനേക്കാളും ഭീകരമാണ് ചിലപ്പോൾ പോലീസിന്റെ പ്രവർത്തനം എന്ന്. അപ്പൊ ഈ പോലീസിന്റെ ഈ പ്രവർത്തനം ഭീകരമാകുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയമായിട്ട് ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ്. ശ്രീ സുഗതൻ ചിലപ്പോൾ ചില കേസുകളിൽ പ്രതിയായിരിക്കാം. അദ്ദേഹത്തിനെതിരെ കാപ്പ നിയമപ്രകാരം ഒരു വാറന്റ് കളക്ടർ പുറപ്പെടുവിച്ചു എന്നുള്ള കാര്യം അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും അറിയില്ല. സാധാരണ അതിന് മുമ്പ് ഒരു നോട്ടീസ് കൊടുത്ത് വിളിച്ച് വരുത്തി രേഖാമൂലം ഒക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടൊക്കെയാണ് കാപ്പ കേസിലെ പ്രതിസ്ഥാനത്ത് ഉൾപ്പെടുത്തി അറസ്റ്റ് വാറന്റ് കൊടുക്കുക. അപ്പൊ അങ്ങനെ ഒരു അറസ്റ്റ് വാറന്റ് കൊടുത്തതിന്റെ പിറ്റേ ദിവസം രാത്രിയില് സുഖമില്ലാതെ കിടന്നിരുന്ന സുഗതന്റെ വീട്ടിലേക്ക് കയറി ചെന്ന് രാത്രി 9 മണിക്ക്, അപ്പൊ അവിടെ ആ സമയം ആൾക്കാര് 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. സുഗതന്റെ ഭാര്യ അശ്വതി, 2 മക്കൾ, 14 വയസ്സും 8 വയസ്സും പ്രായമുള്ള 2 മക്കൾ. ഇവരെ ബലമായിട്ട് പിടിച്ച് തള്ളി നീക്കി. കാരണം പെട്ടെന്ന് പോലീസുകാർ വന്ന് കയറുമ്പോ പരിഭ്രമിക്കുമല്ലോ. എന്താ കാര്യം, എന്തിനാ കൊണ്ടുപോകുന്നത്, എന്തിനാ രാത്രി വന്ന് പിടിച്ചോണ്ട് പോകുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കുമല്ലോ. എല്ലാവരും ചോദിക്കും, ആരും ചോദിക്കും, പ്രത്യേകിച്ച് ഒരു കൗൺസിലർ. അപ്പൊ ഒരു കൗൺസിലർ അങ്ങനെ ചോദിച്ചു എന്നുള്ള ഒരു കാരണം പറഞ്ഞുകൊണ്ട് അവിടെ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. വെറും 4 പേർക്കെതിരെ വണ്ടി നിറയെ ആംഡ് പോലീസുകാരെയും കൂടെ ചേർത്താണ് വന്നിരിക്കുന്നത്. ഈ SHO അവിടെ പോയത് മഫ്തിയിലാണ്. അദ്ദേഹം യൂണിഫോം ഇട്ടിരുന്നില്ല. ഒരു ട്രാക്ക് സൂട്ടും കറുത്ത ടീഷർട്ടും ഒക്കെ ഇട്ടാണ് പോയത്. അദ്ദേഹത്തിന്റെ കയ്യിൽ മാത്രമേ തോക്കുണ്ടായിരുന്നുള്ളൂ. കൗൺസിലറെ ഇങ്ങനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നത് തടയാൻ ചെന്ന 14 വയസ്സുള്ള മകനെ തോക്ക് ചൂണ്ടി പേടിപ്പിച്ച് മാറ്റി നിർത്തി. പുറത്തിറങ്ങി വെളിയിലേക്ക് വെടിവെച്ചു. ആ വെടിയുടെ ഒച്ച കേട്ടിട്ടാണ് മറ്റുള്ള പോലീസുകാരെല്ലാരും കൂടെ മതിൽ ചാടി അകത്തേക്ക് കയറിയത്. അപ്പൊ ഇതിന്റെ ഈ ഒരു ഭീകരാവസ്ഥ കണ്ടപ്പോ ഇളയ കുട്ടി ഓടിച്ചെന്ന് അടുത്ത വീട്ടിലെ അതിന്റെ ആന്റിയെയും അങ്കിളിനെയൊക്കെ വിളിച്ചോട്ടി കൊണ്ടുവന്നു. സുഗതന്റെ ഭാര്യ തടയാൻ ചെന്നപ്പോ അവരെ പിടിച്ച് തള്ളി, അവരുടെ കൈക്ക് പരിക്കൊണ്ട്, നടുവിലെ ചവിട്ടി, മുഖം ഇടിച്ച് വീണു, കഴുത്തില് ഇങ്ങനെ കുത്തിപ്പിടിച്ചത് കൊണ്ട് മാലയും കൂടെ പറഞ്ഞു പോയി. അതെവിടെ പോയി ഇപ്പോഴും അവർക്ക് അറിയില്ല. കാലിമാലയാണ്. അതൊക്കെ പൊട്ടിച്ചെടുത്ത ഒരൊറ്റ വനിതാ പോലീസ് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നില്ല. ഇതെല്ലാം ചെയ്തത് പുരുഷ പോലീസ് തന്നെ ആയിരുന്നു. അടുത്ത വീട്ടിൽ നിന്ന് വന്ന 2 പേർ, കുറച്ച് പൈസ ചോദിക്കാനോ മറ്റോ വന്നു നിന്ന സുഗതന്റെ കടയിൽ നിന്നുള്ള ഒരു വ്യക്തി, അങ്ങനെ ഒരു 6-7 പേരുണ്ടായിരുന്ന സ്ഥലത്താണ് പോലീസ് വെടിയുതിർത്തത്. വലിയ രീതിയിലുള്ള അറസ്റ്റിനെ പ്രതിഷേധിച്ചാൽ അല്ലെങ്കിൽ അത്യാവശ്യ സാഹചര്യങ്ങളിൽ പോലീസിന് വെടിവെക്കാം. കുറെ നിയമങ്ങളുണ്ട്. ഒരു പ്ലറ്റൂൺ മുഴുവൻ പോലീസുകാർ അവിടെ ചെന്ന് വീട് വളഞ്ഞു നിൽക്കേണ്ട കാര്യമില്ല. ആളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ പുറകെ പോകാൻ വലിയ വലിയ വാഹനങ്ങളുടെ ആവശ്യം എന്താണ്? ഒരു ഷോ കാണിക്കണം. ഇത് വലിയ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് നാട്ടുകാരെയൊക്കെ ഭയപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു പോലീസ് ഓഫീസർ പറയുന്നത് നിങ്ങൾ വീഡിയോയിൽ കണ്ടു കാണും. കോടതി ഓർഡറാണ്, ഞങ്ങൾക്ക് പിടിക്കാതെ പറ്റില്ല. ഒരു കോടതിയും ഓർഡർ ചെയ്തിട്ടില്ല. ജില്ലാ കളക്ടറുടെ അറസ്റ്റ് വാറന്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് ഉടനെ തന്നെ കൊണ്ടുപോയി നടത്തണം എന്നുള്ള നിയമവുമില്ല.
ഒളിച്ചു പോകാൻ സാധ്യതയുള്ള പ്രതികളുടെ പുറത്താണ് സാധാരണ ഇത് ചെയ്യുന്നത്. ഒരു കൗൺസിലർക്ക് എങ്ങോട്ടേക്ക് ഒളിച്ചു പോകാൻ സാധിക്കും? അയാൾക്ക് അവിടെ പ്രവർത്തിച്ചല്ലേ മതിയാവും. ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം ജൂൺ 8-ാം തീയതിക്ക് മുമ്പായിട്ട് ആൾ പോലീസിന് മുന്നിൽ ചെല്ലാം എന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷെ അതിനുശേഷം സുഖമില്ലാതായപ്പോൾ 2 ദിവസത്തെ കാലതാമസം വേണമെന്ന് പറഞ്ഞ് അദ്ദേഹം ഫയൽ ചെയ്തിരിക്കുന്ന റിപ്പോർട്ട് 10-ാം തീയതി കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. 9-ാം തീയതി രാത്രി വന്ന് ഈ ഒരു വലിയ ഷോ കാണിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോയി ഇപ്പൊ ജയിലിൽ ആക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും സുഗതന് താമസിയാതെ ജാമ്യം കിട്ടും. കാരണം പോലീസ് ചെയ്തത് അന്യായമായിട്ടുള്ള കാര്യമാണ്. കാപ്പയുടെ അപ്പലേറ്റ് കമ്മിറ്റി തീർച്ചയായിട്ടും ഇത് പരിഗണിച്ചുകൊണ്ട് ആ അറസ്റ്റ് വാറന്റ് തള്ളിക്കളയും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. മുൻ MLA ആയിരുന്ന ശ്രീ VK പ്രശാന്തിന്റെ നിർബന്ധം പ്രകാരം സുഗതനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആഭ്യന്തരമന്ത്രി പറഞ്ഞത് ഇവിടെ ഗുണ്ടകളെ വാഴാൻ സമ്മതിക്കില്ല, 10 വർഷമായിട്ട് ഇവിടെ മുഴുവൻ ഗുണ്ടകളാണ്, അതുപോലെ ഒരു ഗുണ്ടയും ഇവിടെ ജനജീവിതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ സമാധാനം തടസ്സപ്പെടുത്തിക്കൊണ്ട് ജീവിക്കേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം മനസ്സിലാക്കാതെ പോയതാണോ അതോ ആരെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ സുഗതൻ എന്ന് പറയുന്ന കൗൺസിലർ ആർക്കാണ് ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നത്? ജനങ്ങളെ സേവനം ചെയ്യാനായിട്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെയാണ് ഗുണ്ടയാകുന്നത്? എന്ത് കാരണം കൊണ്ടാണ് ആളെ ഗുണ്ടാ ലിസ്റ്റിൽ പെടുത്തി ഗുണ്ട എന്നുള്ളൊരു ടൈറ്റിൽ പോലീസ് ചാർത്തിക്കൊടുത്തത്? CPM ഒരുപാട് ഗുണ്ടാ പ്രവർത്തനം നടത്തി BJPയുടെ ഓരോ ആൾക്കാരെയും തെരഞ്ഞു പിടിച്ച് ഉപദ്രവിക്കുന്ന ഒരു പരിപാടിക്ക് എതിരെ ധൈര്യപൂർവ്വം പ്രതികരിക്കാൻ കഴിവുള്ള സുഗതൻ എന്നൊരു വ്യക്തിയെ പല കേസുകളിലും കുടുക്കി തളർത്താനാണ് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് ഉപദ്രവമാകുന്ന ഒരു പ്രവൃത്തിയും സുഗതൻ ചെയ്തിട്ടില്ല. പോലീസാണ് ഇപ്പോൾ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് വലിയ സിനിമയിലൊക്കെ കാണുന്നത് പോലെ മാഫിയ തലവനെയൊക്കെ പിടിക്കാൻ വരുമില്ല ഇങ്ങനെ, അതുപോലെ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നത് രാത്രി സമയം. 2 കുഞ്ഞുങ്ങളും സുഗതന്റെ ഭാര്യ കൂടാതെ ഭാര്യയുടെ ചേച്ചിയും കൂടെ അടുത്ത വീട്ടിൽ നിന്ന് വന്നു. അവർക്കും കൊണ്ടുപോയി അവരെയൊക്കെ ഇടിച്ചിട്ട് ചവിട്ടി തെറിപ്പിച്ചിട്ട് ഒരാളെ വിളിച്ചോണ്ട് പോവുക, അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക എന്നൊക്കെ പറയുന്നത് പോലീസിനെ പ്രശംസിക്കുന്നു ഞാൻ എന്ന് ആഭ്യന്തരമന്ത്രി പറയുമ്പോൾ അദ്ദേഹത്തിനെ വല്ലാതെ ആൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെന്ന് തന്നെ കരുതണം. നിങ്ങൾ അറിയേണ്ട വേറൊരു കാര്യം കൂടെയുണ്ട്. ഈ SHO വിപിൻ അവിടെ വന്നതിൽ പിന്നെ CPM-കാര് പറയുന്നതനുസരിച്ച് BJP-കാരെ തെരഞ്ഞു പിടിച്ച് ഉപദ്രവിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇലക്ഷന്റെ സമയത്ത് മനഃപൂർവ്വമായിട്ട് BJP-കാരുടെ കൊടി തോരണങ്ങൾ നശിപ്പിക്കാനായിട്ട് CPM-ന് പ്രേരണ കൊടുക്കുകയും 9 മണിക്ക് ശേഷം ഒരു പരിപാടിയും നടത്താതിരിക്കാനായിട്ട് വന്ന BJP പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യുകയും എന്നാൽ 12 മണി വരെ CPM-കാർക്ക് പ്രസംഗിക്കാനും പരിപാടി നടത്താനും അവസരം കൊടുക്കുകയും ചെയ്തിരുന്ന ആളാണ് വിപിൻ. ഇതിന്റെ ഇടയിൽ തന്നെ പല പ്രാവശ്യം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. BJP പ്രവർത്തകന്റെ ഭാര്യക്കെതിരെ വളരെ മോശമായിട്ടുള്ള അപവാദം പറഞ്ഞു പരത്തി അവരുടെ മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്തിയ ഒരു CPM പ്രവർത്തകനെതിരെ പരാതി പറയാൻ പോലീസ് സ്റ്റേഷനിൽ ഭാര്യയുമായിട്ട് പോയ ബിനു എന്ന വ്യക്തിയെ ഒരു കേസിലും പ്രതി അല്ലാത്ത ബിനുവിനെ ഒരു CPM-കാരനെതിരെ പരാതി കൊടുത്തു എന്നുള്ള ഒരേ ഒരു കാരണം കൊണ്ട് ഇടപ്പഴഞ്ഞി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ബലമായിട്ട് ഇതുപോലെ 100 കണക്കിന് പോലീസുകാർ വന്ന് അകത്ത് സ്കൂട്ട്സ് ഇട്ടൊക്കെ ചവിട്ടി കയറി പഠനമുറിയിൽ പോയി എല്ലാം നശിപ്പിച്ച് അവരെ വലിച്ചഴിച്ചു കൊണ്ടുപോയി വണ്ടിയിലിട്ട് മർദ്ദിച്ച് അവസനാക്കി കണ്ണ് മുഴുവൻ പൊട്ടിച്ച് ചോര ഒലിപ്പിച്ച് ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോയത് ഞാനും കണ്ടതാണ്. ഞാൻ അവിടെ ജനറൽ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അതിന് തൊട്ട് മുമ്പ് ഞാനും എടപ്പഴഞ്ഞി ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഇത് കണ്ട് എനിക്കങ്ങ് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. ഇതുപോലെ നിർദാക്ഷിണ്യമായിട്ട് CPM-ന്റെ ആൾക്കാർ പറയുന്നത് കേട്ട് പ്രവർത്തിക്കുന്ന പോലീസ് ഒരു ക്രിമിനൽ മനോഭാവം വെച്ച് പുലർത്തുന്നവരല്ലേ? അവരെ പോലീസിൽ തുടരാൻ സമ്മതിക്കാമോ? ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയും പോലീസ് വളരെ മോശം പ്രതിച്ഛായയാണ്. എന്തുകൊണ്ടാണ്? ഇതുപോലെയുള്ള 1-2 പേര് മതിയല്ലോ പ്രതിച്ഛായ മൊത്തം കളയാൻ. ഒരുപാട് നല്ല ആൾക്കാർ പോലീസിലുണ്ട്. കേരള പോലീസിൽ തന്നെ വളരെ പേര് കേട്ട പ്രശസ്തരായിട്ടുള്ള വളരെ നല്ല ഉദ്യോഗസ്ഥർ നിരവധിയുണ്ട്. പക്ഷെ അവരുടെ പേരും കൂടെ നശിപ്പിക്കുന്ന രീതിയിൽ കുറെ SHO-മാരും കുറെ താഴോട്ടുള്ള ഉദ്യോഗസ്ഥർ പെരുമാറിയാൽ വളരെ കഷ്ടമാണ് എന്നല്ലാതെ എന്ത് പറയാൻ. ഈ മർദ്ദനം നടത്തിയ പോലീസുകാർക്കെതിരെ പ്രതിഷേധിക്കാൻ മഹിളാ മോർച്ചക്കാർ, എന്തുകൊണ്ട് മഹിളാ മോർച്ചക്കാർ വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ മാർച്ച് നടത്തി? മഹിളാ മോർച്ച പ്രവർത്തകയായിരുന്നു ബിനുവിന്റെ ഭാര്യ. ആ സ്ത്രീയുടെ മേലെയാണ് ഈ CPM പ്രവർത്തകൻ മുണ്ടുപൊക്കി കാണിച്ച് അസഭ്യവർഷം നടത്തി ക്രിമിനൽ കുറ്റം ചെയ്തത്. എന്നാൽ അയാളെ അറസ്റ്റ് ചെയ്യാതെ അയാൾക്കെതിരെ നടപടി എടുക്കാതെ BJP-കാരെ തിരഞ്ഞുപിടിച്ച് അറസ്റ്റ് ചെയ്ത് തല്ലിച്ചതച്ച് ആശുപത്രി കൊണ്ടിടുകയായിരുന്നു വട്ടിയൂർക്കാവ് പോലീസ് ചെയ്തത്. അതിനോടുള്ള ഒരു എതിർപ്പ് കാണിക്കാനായിട്ടാണ് മഹിളാ മോർച്ചക്കാരെ വട്ടിയൂർക്കാവ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. കുറെ കൗൺസിലർമാരും ഉണ്ടായിരുന്നു. എന്നെയാണ് അതിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചത്. ഞാനും മണ്ണറക്കോണം ജംഗ്ഷൻ മുതൽ വട്ടിയൂർക്കാവ് സ്റ്റേഷൻ വരെ നടന്നു. ഇടയ്ക്ക് മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വകവെക്കാതെ നടന്നു. ചിലർ വിളിച്ച മുദ്രാവാക്യങ്ങൾ ഞാൻ ഏറ്റുവിളിച്ചു.
ആ ഒരു മുദ്രാവാക്യം വളരെ ഫേമസ് ആയി. പിന്നീട് ഞാൻ പോടാ പുല്ലേ പോലീസെ എന്ന് പോലീസിനെ നോക്കി വിളിച്ചു എന്ന്. കൃത്യനിഷ്ഠതയോടുകൂടി നിയമം കൈകാര്യം ചെയ്യുന്ന പോലീസുകാരനെ സല്യൂട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. വളരെ സ്നേഹത്തോടു കൂടിയേ പെരുമാറുകയുള്ളൂ. എന്നാൽ ഇതുപോലെയുള്ള CPM ഗുണ്ടകളുടെ വാക്ക് കേട്ട് എടുത്തു ചാടി മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന പോലീസാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ പോടാ പുല്ലേ പോലീസ് എന്നുള്ള വിളിയാണ് ഞാൻ ഏറ്റു പറഞ്ഞത്. റോഡിൽ കൂടെ ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോകുന്നത് ഒരു നിയമപ്രകാരവും ക്രിമിനൽ കുറ്റമല്ല. അന്നത്തെ ആ ഒരു സമയത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി. പ്രവർത്തകര് തള്ളിക്കയറാൻ നോക്കി, സ്റ്റേഷനില് ബാരിക്കേഡ് വെച്ച് അവരെ തടഞ്ഞു. അതിന്റെ പുറത്ത് ചാടിക്കയറാൻ നോക്കി. വാട്ടർ ക്യാനൻ അവരുടെ പുറത്തോട്ട് പ്രയോഗിച്ചു. അതിന്റെ വെള്ളമൊക്കെ എന്റെ ദേഹത്ത് വീണു. വലിയ ചെളിവെള്ളവും നാറ്റമുള്ള വെള്ളവും ഒക്കെ ആയിരുന്നു. എല്ലാവരും നേരെ അത് പ്രയോഗിച്ചു. വനിതാ പ്രവർത്തകർക്ക് പരിക്കേറ്റു. അവിടെ 2-3 വനിതാ പോലീസുകാരെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാം പുരുഷ പോലീസായിരുന്നു. വനിതാ പോലീസുകാരെ പ്രവർത്തകരെ കടിക്കുകയും മുടി പിടിച്ച് വലിക്കുകയും പിച്ചുകയും മാന്തുകയൊക്കെ ചെയ്തു. ഒരുപാട് കൈ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്തു. ഇത് കൂടാതെ പുരുഷ പോലീസും കൂടെ തള്ളുക ഒക്കെ ചെയ്തു. എന്റെ പുറത്തും ഒരാൾ വന്ന് തള്ളിയിട്ടിട്ട് പോയി. ഞാൻ വീഴാൻ പോയതാണ്. പക്ഷെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ പുരുഷ പോലീസാണ്, യൂണിഫോം ഇട്ട ഒരു പോലീസുകാരനാണ്. അയാൾക്ക് ഞാൻ ആരാണെന്ന് അറിഞ്ഞുകൂടാത്തതാണോ ഒന്നും അറിയില്ല. പക്ഷെ എന്നാലും ഞാൻ ഇത് വലിയ കാര്യമാക്കില്ല, കാരണം ഒരു പ്രക്ഷോഭത്തിന്റെ ഇടയിലൂടെ ഇതൊക്കെ സംഭവിക്കാം. അവിടെ ഒരു കേസ് എടുത്ത് 4-5 മഹിളാ മോർച്ച പ്രവർത്തകരെ FIR പ്രതിസ്ഥാനത്ത് ഉൾപ്പെടുത്തി. 4 ദിവസം കഴിഞ്ഞപ്പോ VK പ്രശാന്ത് പോലീസ് സ്റ്റേഷനിലെ SHOയെ വിളിച്ച് പറഞ്ഞു, അത് ശ്രീലേഖയും അതിനകത്ത് ഉണ്ടായിരുന്നു. അന്ന് ഇലക്ഷൻ കഴിഞ്ഞേ ഉള്ളൂ, റിസൾട്ട് അറിഞ്ഞിട്ടില്ല. അപ്പൊ എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ശ്രീലേഖയ്ക്കെതിരെയും കേസ് എടുക്കണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചത് കൊണ്ട് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെയും കൂടെ പ്രസ്ഥാനത്ത് ചേർത്തു. എന്തൊക്കെയാണ് ഞാൻ ചെയ്ത കുറ്റങ്ങൾ എന്നല്ലേ? പൊതുമുതൽ നശിപ്പിക്കുക, പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച് ആളുകളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുക, ഉപരോധം നടത്തുക എന്നൊക്കെയുള്ള പല സെക്ഷൻസും വെച്ചിട്ടാണ് എനിക്കെതിരെ കേസ് വന്നിരിക്കുന്നത്. ഈ വകുപ്പുകളൊന്നും എനിക്കെതിരെ നിലനിൽക്കുന്നതല്ല, കാരണം ഞാൻ അതൊന്നും ചെയ്തില്ല. ഞാൻ റോഡിൽ കൂടെ നടന്നു, മുദ്രാവാക്യം വിളിച്ചു, ഒരു കൂട്ടത്തിൽ പോയി എന്നുള്ളതല്ലാതെ എനിക്ക് ആരെയും ഉപദ്രവിക്കാനോ ഒന്നിനും ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നു. ഈ കേസിൽ പ്രതി ചേർത്തതിന് ശേഷം ഒരു 3-4 ദിവസം വലിയ വണ്ടി പോലീസുകാരും ഒരു ജീപ്പിനകത്ത് മറ്റേ യൂണിഫോംഡ് പോലീസുകാരും കൂടെ ചേർത്ത് എന്റെ വീട്ടിൽ വരാൻ തുടങ്ങി. അങ്ങനെ വീട്ടിൽ വരുന്നതെല്ലാം അസമയത്തും, ഇതുപോലെ ഞാൻ ഇല്ലാത്ത സമയത്തും. എന്റെ പ്രായമായ അമ്മ, 95 വയസ്സായ അമ്മയുണ്ട് എനിക്ക്. അമ്മയെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലും വീട്ടിലെ സെർവന്റിനെയും ഒക്കെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലും ഒക്കെ വന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് പോകും. പിന്നീടാണ് മനസ്സിലായത് എനിക്കൊരു നോട്ടീസ് തരാൻ വരികയാണ്, ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി മൊഴി കൊടുക്കണമെന്ന് പറയാൻ. പിന്നെ അവസാനം ഗത്യന്തരമില്ലാതെ DGPയെ വിളിച്ചു. DGPയോട് ഞാൻ ഈ കാര്യം പറഞ്ഞതോടുകൂടി അത് നിന്നു എന്തായാലും. അപ്പൊ അത്രയും നന്ദി DGPയോട് എനിക്കുണ്ട്. CPM ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും പോലീസ് ഒന്നാണ്. പോലീസ് ചെയ്യുന്നതിനെ എല്ലാത്തിനെയും ന്യായീകരിക്കും. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, CPMകാരുടെ സഹായത്തോടു കൂടി ഭരിക്കുന്ന ഒരു കോൺഗ്രസ് സർക്കാരാണ് ഇപ്പൊ കേരളത്തിലുള്ളത്. അത് നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കൂ. സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ. സസ്നേഹം, ശ്രീലേഖ.